Hello. Welcome to Market Discussion of the Day. Today, 25th of February 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത തിങ്കളാഴ്ച വീണ്ടും നമ്മുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ്, നമുക്ക് ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ന്യൂസാണുള്ളത്. UK ടൈമിംഗ് വൈകുന്നേരം 3 മണിക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ആണ് വരുന്ന US നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഇതൊരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ന്യൂസ് അല്ല, പക്ഷേ ഉറപ്പായിട്ടും ആ ഒരു ടൈമിന് വോളറ്റാലിറ്റി ഉണ്ടാക്കും. അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചു പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉള്ള ഒരു അതിനൊക്കെ ഉള്ളൊരു ശക്തിയുള്ള ന്യൂസാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ആപ്പാടെയുള്ള നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റും UK പ്രസിഡന്റും US പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ ബേസിക് കാര്യം എന്താ വെച്ചാൽ ഉക്രൈൻ റഷ്യ വാറിനെ സംബന്ധിക്കുന്ന അത് അവസാനിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തുന്നു, താരിഫ് എല്ലാം ഇംപ്ലിമെൻറ്റഡ് ആവുന്നത് മാർച്ച് 12 ബേസിക്കലി ഒരു ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് വാർ ഇൻ ദ സെൻസ് എന്താ പറയുക, ബേസിക്കലി അതൊരു ലോങ്ങർ ടേമിൽ അത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബ്രിറ്റ്സ് കറൻസിയൊക്കെ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരുടെ മൈൻഡിലുണ്ടാവാം, നമുക്കറിയില്ല. ഓക്കെ, സോ പുള്ളി എന്താ പറയുക, അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതിനെതിരെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ലോങ്ങർ ടേമിൽ പ്രതികരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, സോ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡിനകത്താണ് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ അത് മാത്രമല്ല, നമുക്ക് മാർച്ച് 12 താരിഫുകൾ കൊണ്ടുവരുന്ന കാര്യം. അപ്പം ഇതൊക്കെ ഗോൾഡിൽ ചിലപ്പോൾ ഓൾ ടൈം ഹൈ ഒക്കെ കയറി 2980 ബ്രേക്ക് ചെയ്ത് 3000 ബ്രേക്ക് ചെയ്ത് 3200 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഗോൾഡിൽ. സോ ഇതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഉറപ്പായിട്ടും ടെക്നിക്കൽ സൈഡിനകത്ത് ഓരോ എന്താ പറയുക, യൂറോയിലാണെങ്കിലും ഗോൾഡിലൊക്കെ ആണെങ്കിലും അതിനെ സംബന്ധിക്കുന്ന കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY നമ്മൾ നോക്കുമ്പോൾ JPY ഇപ്പോൾ നിൽക്കുന്നത് 149.24 എന്ന് പറയുന്നൊരു റേഞ്ചിലാണ്. ഓക്കെ, സോ JPY ഇന്നലെ നമ്മൾ 150 മുകളിലായിട്ട് ക്രോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സും 150 താഴെ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇനി ബൈയെക്കുറിച്ച് ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനിയും 150 അടുത്ത് 150 മുകളിലായിട്ട് ഒരു 2 മാർക്കറ്റ് ടൈം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് ടൈമിങ്ങിലെങ്കിലും ക്രോസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പോലും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ നിന്നൊരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ സെല്ലെടുക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. ഇന്നത്തെ ഹൈ ഇന്നത്തെ ഹൈ 150.2928 വരെ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതിൻ്റെ ഒരു $1-2 150.40 മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. 150.50 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 150 അടുത്ത് വെച്ച് നമുക്ക് സെല്ലെടുത്തുകൊണ്ട് JPY തുടങ്ങാം എന്നുള്ളതാണ്. ഇന്ന് JPYയിൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 148 വരെയൊക്കെ നമുക്ക് ഇനിഷ്യൽ ടാർഗറ്റ് വെക്കാം. ഒരു ലോങ്ങർ ടേമിൽ 142 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മിഡ് ടേം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 146 ലെവലിലൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതും ആണ്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോയിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താ വെച്ചാൽ, യൂറോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ. ആക്ച്വലി അപ് ട്രെൻഡ് തന്നെയാണ്. 1.0400 അടുത്തൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ബൈ ചെയ്തുകൊണ്ട് അങ്ങനെ ബൈ ചെയ്യാനുള്ള റീസൺ, ഇപ്പോൾ ഇത്രയും കാലം ആക്ച്വലി ജർമ്മനിയിൽ ജർമ്മൻ ഗവൺമെൻറ് കൊളാപ്സ് ആയതിനു ശേഷം ജർമ്മൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചാൻസലറിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര വലിയ പ്രോസസ്സൊന്നും അവർക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു സർട്ടൻ സിറ്റുവേഷൻ ആയി ആക്ച്വലി. അതായത് യൂറോപ്പിൻ്റെ ഹേർട്ട് എന്ന് പറയുന്ന ജർമ്മനി
അത്യാവശ്യം ഒരു നല്ലൊരു കണ്ടീഷനിലാണ് ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ യൂറോ ഒരു നല്ലൊരു പൊസിഷനിലാണ്. 1.0400 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ലോങ്ങർ ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ എന്താ പറയുക, ഒരു 1.2500 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ എന്നല്ല, ഒരു ചിലപ്പോൾ ഒരു 1.5 വർഷം 2 വർഷം കൊണ്ടായിരിക്കാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് അടുത്ത 1 വർഷം കൊണ്ട് ഒരു 1.1500 1.200 റേഞ്ചിലോട്ടൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇപ്പം നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1000 to 1500 പിപ്സ് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു $10,000 to $15,000 പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നും ചെയ്യാതെ ട്രേഡ്, അതായത് ജസ്റ്റ് ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്താൽ മാത്രം. ഓക്കെ, സോ അതിനുള്ള എന്താ പറയുക, ആ ഒരു ക്ഷമയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം ഉക്രൈൻ റഷ്യ വാറിന് മുന്നേ ആയിട്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് 1.2 ആ ഒരു ലെവലിലോട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് താഴോട്ട് വന്നത്. അപ്പോൾ അത് 2022 ഈ പറയുന്നത് ഇപ്പം വളരെ റേറ്റ് ഒന്ന് താഴെ, ഇപ്പം നിൽക്കുന്നതിലും റേറ്റ് താഴോട്ട് പോയെങ്കിലും ആ ഒരു സമയത്ത് മാത്രമാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയത് 2000-ന് ശേഷം. ഓക്കെ, ഇപ്പോഴും യൂറോയുടെ വളരെ ലോ പ്രൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ പഴയ ചാർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. 1.0400 ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം യൂറോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അത് എപ്പോഴാണ് നടക്കുന്നതെന്നുള്ള എക്സാക്ട് ടൈമിംഗ് ഒന്നുമില്ല. ഓക്കെ, മിക്കവാറും അത് ഇന്ന് തന്നെ നടക്കാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അത് ബേസിക്കലി യൂറോപ്യൻ കൺട്രീസിൻ്റെ എന്താ പറയുക റൈസിനെ കുറിച്ചായിരിക്കും അതിനകത്ത് ആ പ്രസ് കോൺഫറൻസിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത്. അത് ഉറപ്പായിട്ടും യൂറോനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത് യൂറോ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും ഇന്നത്തെ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. യൂറോയിൽ നല്ല എന്താ പറയുക, നല്ല ബൈ പോയിന്റ് ഉണ്ട്. എല്ലാ ലോവർ പോയിന്റും ബൈ പോയിന്റായിട്ട് കൺസിഡർ ചെയ്ത് ബൈ എടുത്ത് മുന്നോട്ട് പോയാൽ നല്ലൊരു ഒരു കാലമായിരിക്കും യൂറോയിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, സോ GBP എപ്പോഴും ഞാൻ പറയുന്നത് പോലെ GBP അപ് ട്രെൻഡ് തന്നെയാണ്. ഒരു കാരണവശാലും സെല്ല് ചെയ്തുകൂടാത്ത പ്രോഡക്റ്റാണ്. ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് പ്രൈസ് 1.2618 ഓക്കെ, സോ നമുക്ക് 1.2600 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പകുതി 0.5 ലോട്ട് ഇട്ട് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അതിനുശേഷം താഴെ കിട്ടിയാൽ 1.2500 കിട്ടുകയാണെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് നല്ല ബൈ ക്വാണ്ടിറ്റി എടുത്ത് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആകപ്പാടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളത് 1.2800 നല്ല റെസിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, അതുവരെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നുള്ള ആൾക്കാർക്കൊക്കെ അത് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് GBPയിൽ. ഓക്കെ, ലോങ്ങർ ടേം നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും GBP അടുത്തൊരു വർഷമൊക്കെ 1.400 വരെയൊക്കെ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഒരു വർഷം കൊണ്ട് 1.3500 മുകളിലായിട്ട് 1.400 റേഞ്ചിലൊക്കെ GBP എത്താനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, സോ കമ്മിങ് ടു അവർ ഫേവറേറ്റ് ഗോൾഡിനെ കുറിച്ച് പറയുമ്പം, ഗോൾഡ് നമ്മൾ പല വട്ടം പറഞ്ഞല്ലോ 2930 എന്ന് പറയുന്നൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. അവിടെ അടുത്ത് വെച്ച് ബൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമുക്ക് മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് 2980. ഓക്കെ, ഇതാണ് അടുത്തൊരു ടാർജറ്റ്, മാർക്കറ്റിൻ്റെ ടാർജറ്റ്. ചിലപ്പോൾ 80 റെസിസ്റ്റ് ചെയ്തോണമെന്ന് പോലുമില്ല. ചിലപ്പോൾ 3000 ഒക്കെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 3200 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു ബെറ്റർ ബൈ പോയിന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് 2930 ഒരു നല്ലൊരു ബൈ പോയിന്റ് ഉള്ളത്. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2921 താഴെ അല്ല 26 താഴെയായിട്ടൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. $2-3 താഴെയായിട്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ 2916 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 15 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, അത് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷേ നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് 2930 ബൈ ചെയ്യുന്ന ആൾക്കാർ ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത് മിനിമം 2955 to 60
അതുകൊണ്ടിട്ട് തന്നെ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ 2980 വരെ നമുക്കതിനെ നോക്കാം എന്നുള്ളതും തെറ്റില്ലാത്തൊരു കാര്യമാണ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ ഗോൾഡിൽ നമുക്ക് എന്താ പറയുക, ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഒരേ ഒരു ബൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒരു ബൈ പോയിന്റും എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനില്ല. മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2930 താഴെ പോയി നമുക്കൊരു 15 അടുത്തൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിയാലും നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഗോൾഡിൽ. അതൊക്കെ ഭയങ്കരമായൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഗോൾഡിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2960, ഇപ്പം ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ 2955 വരെ മാർക്കറ്റ് പോയിട്ട് താഴോട്ട് വന്നു. സോ അവിടുന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു, എന്താണ് മാർക്കറ്റിൽ നിന്ന് 2960 സെല്ലെടുക്കാൻ പറ്റുമെന്ന്. ഒരു കാരണവശാലും സെല്ലെടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സപ്പോസ് 2980 അടുത്തൊക്കെ വേണമെങ്കിൽ അവിടെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് പോവാം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2980 to 3000 എന്നുള്ള റേഞ്ച് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2980 to 3200 വരെയൊക്കെയുള്ള റേഞ്ച് വരെ ഗോൾഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സപ്പോസ് റഷ്യ ഉക്രൈൻ വാറിന് ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയി 2800 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള താരിഫുകളൊക്കെ ഏർപ്പെടുത്തുന്നത് മാർച്ച് 12 തീയതിയാണ്. അത് അധികം കാലമൊന്നും 20 ദിവസം കൂടെ കഴിഞ്ഞാൽ മാർച്ച് 12 ആവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 3 ആഴ്ചയ്ക്കുള്ളിലാണ് റഷ്യ ഉക്രൈൻ വാർ നിർത്തും എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതെല്ലാം പ്രഷർ ഉണ്ടാക്കുന്നത് ഗോൾഡിനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം, US ഗവൺമെൻറ് ക്രിപ്റ്റോ എന്താ പറയുക ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാക്കി. അപ്പം അതൊരു എന്താ പറയുക, അതൊരു അസറ്റ് ക്ലാസ്സിൽ അതിനെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. സോ ഒരു അസറ്റ് ക്ലാസ് ക്രിപ്റ്റോയുടെ വില അല്ലെങ്കിൽ BTC ബിറ്റ് കോയിൻ്റെ വില ഇപ്പം ഓൾമോസ്റ്റ് എന്താ പറയുക 1 കോടി രൂപ അല്ലെങ്കിൽ $100,000 ആണ് അല്ലേ. സോ ഈ $100,000 എന്ന് പറയുന്ന ഒരു സാധനം അതിന് അത്രയും വില ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. അപ്പം അത്രയും വില എന്താ പറയുക ഒരു ബേസിക്കലി ഒരു അസറ്റ് ക്ലാസ്സിലോട്ടൊരു സംഭവത്തിനെ മാറ്റുന്നതിന് മുന്നേ ആയിട്ട് അത്രയും വില ഉണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ചെറുതായിട്ടൊരു കറക്ഷനൊക്കെ കാണിച്ച് ബിറ്റ് കോയിൻ ഇപ്പം ഒരു $100,000 ഒരു $80,000 പോയി പിന്നീട് $100,000 മിനിമം അവിടുന്ന് ഒരു ഹാഫ് എങ്കിലും ഒരു $50,000 എങ്കിലും ഒരു കറക്ഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ക്രിപ്റ്റോ അസറ്റുകളിൽ. സോ അങ്ങനെ കറക്ഷൻ കാരണം അത് ഒരു അസറ്റ് ക്ലാസ്സിലോട്ട് വരാൻ നേരത്ത് ഇത്രയും എന്താ പറയുക ബൂമിങ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിന്നിട്ട് അസറ്റ് ക്ലാസ്സിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തിനകത്തായിരിക്കും പ്രഷർ വരിക, വീണ്ടും ആ പ്രഷർ ഗോൾഡിലോട്ടായിരിക്കും വരിക. ഓക്കെ, സോ ഇതെല്ലാം മനസ്സിൽ കൺസിഡർ ചെയ്ത്, ഇതെല്ലാം ഞാൻ പറയുന്നത് ഗോൾഡ് ഒരു സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല. ഗോൾഡ് എപ്പോഴും ബൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്നുള്ള കാര്യം എടുത്ത് പറയാനായിട്ടാണ് ഇങ്ങനത്തുള്ള ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ വേൾഡ് ലീഡേഴ്സിൻ്റെ സ്പീച്ചുകളൊക്കെ ഓക്കെ അതെല്ലാം ഗോൾഡിനാണ് പ്രഷർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രം ഗോൾഡിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ് ട്രെൻഡ് തന്നെയാണ്, ഒരു കാരണവശാലും ഡൗൺ ട്രെൻഡ് അല്ല. സെല്ലിലോട്ട് പോവാതിരിക്കുക, മാക്സിമം ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഗോൾഡ് നല്ല രീതിയിൽ മുകളിലോട്ട് ഇനിയും പോകാനുണ്ട്, ശക്തമായിട്ട് ഗോൾഡ് പിന്നെയും മുകളിലോട്ട് പോകാനുണ്ടെന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനുമായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.